ഏപ്രിൽ 13 വിശുദ്ധ മാർട്ടിൻ മാർപ്പാപ്പ. ജനനം 598 ജൂൺ 21 ഇറ്റലിയിൽ. മരണം സെപ്റ്റംബർ 16 655 വർഷം ക്രിമിയ എന്ന ദേശത്ത്. ടസ്കനിയിൽ ജനിച്ച മാർട്ടിൻ 649 പേപ്പൽ സിംഹാസനാരോഹണം ചെയ്തത്. അന്ന് ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളും അവിടുത്തെ പാത്രിയർക്കീസ് പൗരസ്ത്യ സഭയിൽ സ്വാധീനമുള്ള ഒരു നേതാവുമായിരുന്നു. ക്രിസ്തുവിന് മാനുഷിക മനസ്സില്ലെന്നുള്ള ഒരു തത്വം പാത്രിയർക്കീസും ചക്രവർത്തിയും സ്വീകരിച്ചിരുന്നു. മാർട്ടിൻ പാപ്പ ലാറ്ററനിൽ ഒരു സൂനഹദോസ് വിളിച്ചുകൂട്ടി. സൂനഹദോസ് പാത്രിയർക്കീസ് സെർജിയൂസിനെയും ചക്രവർത്തി കോൺസ്റ്റൻസ് ദ്വിതീയനെയും ശപിച്ചു. ഇതിന് പ്രതികാരമായി 653 മാർപ്പാപ്പയെ നാറ്റ്സോസിലേക്ക് നാടുകടത്തി. 1 വർഷം കഴിഞ്ഞ് പേരിന് ഒരു വിചാരണ നടത്തി മാർപ്പാപ്പയെ വധിക്കുവാൻ നിശ്ചയിച്ചു. ചെർസോണീസ് ജയിലിൽ വെച്ച് മാർപ്പാപ്പ പട്ടിണി കിടന്ന് മരിച്ചു. ഓർത്തഡോക്സ് സഭയുടെ കാനോന നമസ്കാരത്തിൽ മാർട്ടിനെ ഇപ്രകാരം പ്രകീർത്തിച്ചിരിക്കുന്നു: ഓർത്തഡോക്സ് വിശ്വാസം നിർവചിച്ചവനെ, ദിവ്യസത്യങ്ങളുടെ കാവൽക്കാരനെ, അബദ്ധത്താൽ മലിനമാകാത്തവനെ, പാഷണ്ഡതയെ ശാസിക്കുന്ന സത്യവാനെ, മെത്രാന്മാരുടെ അടിസ്ഥാനമേ, ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ സ്തംഭമേ, മതാധ്യാപകനെ, പത്രോസിൻ്റെ സിംഹാസനത്തെ അങ്ങ് അലങ്കരിക്കുന്നു. ഈ ദിവ്യമായ ശിലയിൽ നിന്നുകൊണ്ട് തിരുസഭയെ അങ്ങ് അചഞ്ചലമായി കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ ഇതാ പത്രോസിനോടുകൂടെ അങ്ങ് മഹത്വീകൃതനായിരിക്കുന്നു. വചനം എസെക്കിയേൽ 37:14. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും. കർത്താവ് അരുളിച്ചെയ്യുന്നു. വിചിന്തനം. അനേകം രക്തസാക്ഷിത്വം നാം ഇതുവരെ കേട്ടു. ഒരു മാർപ്പാപ്പ ജയിലിൽ പട്ടിണി കൊണ്ടെന്ന് മരിച്ചത് ആദ്യമായിട്ടായിരിക്കാം നാം കേൾക്കുന്നത്. തിരുസഭാ ചരിത്രത്തിലെ ഈ ദൃശ്യ ദുഃഖാനുഭവങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ സങ്കടങ്ങൾ സഹിക്കുവാൻ നമുക്ക് ശക്തി നൽകട്ടെ.